നമുക്ക് ചിറാപ്പുഞ്ചി ആ സൈഡിലൊക്കെ ഇങ്ങനെ മെല്ലെ പോകണ്ട കേട്ടോ. എന്തായാലും നോക്കാം നമുക്ക്. നല്ല രസമുള്ള റൂട്ടാണ്. ഇവിടെ നിന്ന് റാണിക്കൂർ 126, മോം ഗാപ്പ് 210, ഷില്ലോങ് 230. ഷില്ലോങ്ങിൽ ആ ഭാഗത്തേക്കൊക്കെ നമ്മൾ ലാസ്റ്റ് പോകുന്ന കേട്ടോ. ബാക്കിയൊക്കെ തീർത്തിട്ട് എന്തായാലും നമ്മൾ യാത്ര തുടരുകയാണ്. നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. റാണിക്കൂർ എന്ന് പറഞ്ഞിട്ട് വരും. നമ്മളെ ബംഗ്ലാദേശ് ബോർഡറിലേക്കാണ് പോകുന്നത്. ബാഗ്മാര, അതിലോ ബാഗ്മാര എല്ലാം ഫോട്ടോ എടുക്കാൻ സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ റാണിക്കൂറിലേക്ക് പോകുന്നത്. നമുക്കൊരു 3 മണിക്കൂർ ഓട്ടം ഉണ്ട്. എന്തായാലും മുന്നോട്ട് നീങ്ങാം. ഫുള്ള് മണ്ണാണ്. ഒരുമാതിരി ചെത്തി ഇറക്കി റോഡുണ്ടാക്കിയവരുണ്ട്. ഫുള്ള് കുറേ കഷ്ടപ്പെട്ടെന്ന് തോന്നും. പക്ഷെ നല്ല റോഡ്, കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു നല്ല റോഡ് കിട്ടിയത്. ഇനി അങ്ങോട്ട് നല്ല റോഡ് ആവട്ടെ എന്ന് വിചാരിക്കുന്നു. ഇത് ഫുൾ റൂട്ട് എന്ന് പറയുന്നത് ബംഗ്ലാദേശ് ബോർഡറിൽ കൂടെ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു. അത്രയും ക്ലോസ്ഡ് അല്ലാതെ കഴിഞ്ഞ ദിവസം പോയത് ഇങ്ങനെ ഇത്ര അടുത്ത് നമുക്ക് കാണാമായിരുന്നു. ഫെൻസിങ് കാര്യങ്ങളെല്ലാം കാണാമായിരുന്നു. ഇതിപ്പം ഫുള്ള് ചളിയല്ല, വണ്ടി ഫുള്ള് ചളിയാട്ടാ. കുറേ വൃത്തിയായി. ആ ഓഫ് റോഡെല്ലാം അടിച്ച് വൻ ചളിയായിരുന്നു. കുഴപ്പമില്ല, ചളി ഇരിക്കട്ടെ, കാരണം നല്ലതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് റാണിക്കൂറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമുക്കൊരു 2 മണിക്കൂർ 2.25 മണിക്കൂറും കൂടെ പോകാനുണ്ട്. അങ്ങനെയെങ്കിലും പോയിട്ട് റാണിക്കൂർ എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് പിന്നെ അവിടുന്ന് അടുത്ത സ്ഥലങ്ങളെല്ലാം തീർത്തിട്ട് വേണം അടുത്ത സ്പോട്ട് പിടിക്കാനേട്ടാ. സെറ്റാക്കാം. ഇതുപോലെ ഒരുപാട് ലാൻഡ് സ്ലൈഡ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് സ്ഥലത്തുണ്ട് ലാൻഡ് സ്ലൈഡ്സ്. ഈ ഒരു ഏരിയ ഒക്കെ നോക്കുകയാണെങ്കിൽ റോഡിൻ്റെ പകുതി ഭാഗം വരെ മണ്ണ് വന്ന് മൂടിക്കിടക്കുക കേട്ടോ. പകുതി നമുക്ക് സെൻറ്ററിൽ ലൈന് കാണാൻ പറ്റും, പകുതി ഫുള്ളായിട്ട് പിന്നെ മണ്ണ് വന്ന് മൂടിയിട്ടേ ഉള്ളത്. അപ്പോൾ നമുക്കൊരു സൈഡ് മാത്രമാണ് വണ്ടി പോകാനായിട്ട് ഉള്ളത് കേട്ടോ. ഈ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയെല്ലാം ഭയങ്കര ലാൻഡ് സ്ലൈഡിങ് ആണ്. ആ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ നമ്മൾ മൺസൂണിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ. ഷില്ലോങ് 200 കിലോമീറ്റർ ഷില്ലോങ്ങിലെ കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ജസ്റ്റ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി സൈഡാക്കി കേട്ടാ. ഫുഡ് അടുപ്പത്തുണ്ട്, ചോറ് അടുപ്പത്തുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഇവിടെ, കാനായി. എൻ്റെ ഒരു ചങ്ങായം കൂടിയാണ് കാനായി കേട്ടോ. ബോർഡ് കാണാൻ പറ്റും, കാനായി 2. അപ്പോൾ ഇവിടെ ഒരു നമ്മുടെ മറ്റേ ക്യാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. BSFൻ്റെ ബോർഡറാണ് കേട്ടോ, ബംഗ്ലാദേശ് ബോർഡറാണ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് ജസ്റ്റ് ഫുഡ് ഉണ്ടാക്കുവാന്ന്. അടുപ്പത്തുണ്ട് ഫുഡെല്ലാം ഓൾറെഡി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കി കഴിച്ചിട്ട് വേണം അടുത്ത പോക്കാൻ. 2 മണിക്കൂറും കൂടെ ഓടാനുണ്ട്. പച്ചക്കറിയെല്ലാം തീർന്നു കേട്ടോ. അപ്പോൾ ഉള്ളതും കൊണ്ട് ജസ്റ്റ് ഒരു റൈസ് ഉണ്ടാക്കി, അച്ചാറുണ്ട്, ഉണക്കമീനുണ്ട്. ഇതെല്ലാം കൊണ്ട് ഒരു സെറ്റപ്പ് ആക്കി കേട്ടോ. മതി, ഇത്രയേ വേണ്ടു. ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വാങ്ങിയിട്ട് വേണം ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പോകുന്ന വഴിയിൽ ചെറിയൊരു വെള്ളച്ചാട്ടം കിട്ടിയട്ടോ. നമ്മൾ കുളിയായിരുന്നു, കുളിയെല്ലാം കഴിഞ്ഞ് പാത്രമെല്ലാം കഴുകി സെറ്റാക്കി ഇടുന്ന കേട്ടോ. കുളിച്ചിട്ടും മതിയാകുന്നില്ല. നല്ല രസമുണ്ട്, അടിപൊളി വെള്ളം, നല്ല തണുപ്പ്, മേഘാലയൊന്നും പറയാനില്ല. ഒരു നല്ല കുളി കഴിഞ്ഞേട്ടാ, അടിപൊളി, നല്ല തണുത്ത വെള്ളം. ഒരുത്തനാണ് അലക്കുവാണ്, എന്തും ചെയ്യാറാണ്. പിന്നെ അടിപൊളി വെള്ളം. ഇടയ്ക്കിടയ്ക്ക് കുളിക്കും കേട്ടാ. വെള്ളം കണ്ട അപ്പം നിർത്തി കുളിക്കും, കാരണം നല്ല എന്താ പറയുക ചൂടുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അടുത്ത ലൊക്കേഷൻ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുവാണ്. നല്ല തണുപ്പ്, കുളി കഴിഞ്ഞിട്ട് നല്ല അടിപൊളി, നല്ല രസമുണ്ട് കേട്ടോ. മേഘാലയ രസമാണ്. അപ്പം
മൺസൂണിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. വാട്ടർഫാളൊക്കെ അടിപൊളിയായിരിക്കും, വെള്ളം കാര്യമൊക്കെ നല്ലോണം ഉണ്ടാവും. പക്ഷെ ഒന്നും ക്ലിയർ വെള്ളമായിരിക്കില്ല. വെള്ളത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ നമ്മൾ ഈ ഫോട്ടോസിലെല്ലാം കാണുന്ന കളറൊന്നും കിട്ടണമെന്നില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളേ ഉള്ളൂ. എൻ്റെ കുളി കഴിഞ്ഞാട്ടാ, ഇനി അടുത്തവൻ കുളിക്കുന്നുണ്ട്. അടിപൊളി ലൊക്കേഷൻ കേട്ടോ, പൊളി പൊളി പൊളി, ഒന്നും പറയാനില്ല. മേഘാലയ മറ്റേ മാമുക്കോയെ പറഞ്ഞാൽ എനിക്ക് ഓർമ്മയായിരുന്നു, മേലാകെയാ. ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന ഫുള്ള് ബംഗ്ലാദേശ് ബോർഡറാണ്, ചറവറ ബോർഡറിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ചിറാപുഞ്ചി സൈഡിലേക്ക്, നാളെ രാത്രി ചിറാപുഞ്ചി സൈഡിലേക്ക് പോകും. ഈ ഭാഗമെല്ലാം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ. ഇവിടെയൊക്കെ അത്യാവശ്യം ലാൻഡ് സ്ലൈഡിങ് എല്ലാം ഉള്ള ഏരിയ ആണ്. അതുകൊണ്ട് എനിക്ക് കുളിക്കുമ്പോൾ പേടിയായിരുന്നു, അല്ല കല്ലാകാൻ വന്ന് വീവെന്ന് വെച്ചിട്ട്. കുഴപ്പമൊന്നുമില്ല. ഇതാ റോഡ് നിങ്ങൾക്ക് കാണാം ബാക്ക്ഗ്രൗണ്ടിൽ, റോഡ് ഫുള്ള് ഇടിഞ്ഞ് പോയതാ. ലാൻഡ് സ്ലൈഡിങ് അത്യാവശ്യം ഉണ്ട്, എന്നാലും വലിയ സീനില്ല. നമ്മളിതാ ബാൽപക്ര നാഷണൽ പാർക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കയറുന്നില്ല, കയറിയിട്ട് കാര്യമൊന്നുമില്ല, വണ്ടി കയറ്റാൻ പെടുന്ന തോന്നുന്നില്ല. പിന്നെ അതുപോലെ തന്നെ മൃഗങ്ങളൊന്നും തീരെ കുറവായിരിക്കും കേട്ടോ. ആകെ ആനയുള്ളത്. നമ്മളെ നാട്ടിൽ ഇതെല്ലാം ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന സാധനമാണ്, വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നമുക്ക് വേറെ അടിപൊളി നാഷണൽ പാർക്കിൽ പോവാം, ഇത് വേറെ നഷ്ടമാണ്. ബാൽപക്രം ക്ലോസ് കേട്ടോ. നമ്മൾ വന്ന സമയം എല്ലായിടത്തും മോശമാണ്, മഴയായതുകൊണ്ട് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇതും കുറേ മാസത്തേക്ക് അടച്ചിട്ടേ ഉള്ളു. അതുകൊണ്ട് നമ്മളിതാ ഇവിടുന്ന് തിരിച്ചു പോകുന്നു, പിന്നെയും ഒരു മുഞ്ചലുമായി നെക്സ്റ്റ് സ്ഥലം. അപ്പോൾ ഇങ്ങനെ തുടരുന്നു യാത്ര. നമ്മളിതാ ബാൽപക്രം നാഷണൽ പാർക്കിൽ നിന്നും എക്സിറ്റ് അടിക്കുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഫുൾ പച്ചപ്പ്, നല്ല രസമുണ്ട്. പിന്നെ എന്തായാലും നമുക്ക് അടുത്ത സ്പോട്ട് പിടിക്കാം. നമ്മൾ ജസ്റ്റ് റോഡ് സൈഡ് കണ്ടേരം കയറി നോക്കിയതാ കേട്ടോ. നമുക്ക് കുറച്ച് വാട്ടർഫാളെല്ലാം കണ്ട് പ്രകൃതിയെല്ലാം ആസ്വദിച്ച് അങ്ങ് പോവാം. വേറൊന്നും പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഇവിടെ ചെയ്യാനില്ല. എന്തായാലും കൊള്ളാം. വെള്ളപ്പൊക്കം ഫുൾ പൊളിയാട്ടാ. നമ്മളിതാ മറ്റേ ഈ ബുൾജറ്റിന്റെ ടീം ഡ്രസ്സ് മാറ്റുന്ന നമ്മൾ ഇടക്കിടക്ക് മാറ്റിക്കൊണ്ടിരിക്കും. കളറ് സെയിം കളർ ഉണ്ട്, സെയിം കളർ ഇടായിട്ടാ. അതൊരുമാതിരി പണ്ട് സ്കൂളിൽ പോകുന്ന പോലെ ആയിപ്പോ. അതുകൊണ്ട് സെയിം കളർ ഇട്ടില്ല, ഡിഫറെന്റ് കളർ. നാളെ ഞാൻ പിങ്ക് ഇടും, നീല ഇടും. ഡെക്കാത്തലോട് പോയ വൈത്രി അറ്റ് 800 rupees കിട്ടിയതാണ്. നൈസ് ടീഷർട്ട് കേട്ടോ, വളരെ ക്വാളിറ്റി ഒന്നും പറയാനില്ല, അടിപൊളി. ഭയങ്കര ചൂടാണ്, അതിന് ഇടാൻ പറ്റിയ നല്ല കോട്ടൻ്റെ അടിപൊളി സാധനമാണ്. പ്രൊമോഷനല്ല കേട്ടോ, പറഞ്ഞതാ. ഞാൻ ഡെക്കാത്തലോണ്ടതാണ് അധികം യൂസ് ചെയ്യാറ്, കാരണം നമുക്ക് റെഫ്യൂസിന് നല്ലതാണ്. ഞാൻ ട്രൗസറിലും അതുപോലെ യൂസ് ചെയ്യുന്നതാണ്. എന്നിട്ടും ഒരു പ്രശ്നമില്ല, നല്ല പെട്ടെന്ന് ഉണങ്ങി കിട്ടും, നല്ല ഇറങ്ങാണ്. പൈസ കുറച്ച് കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല, ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് വെച്ച് വിടട്ടെ. നല്ല റോഡാണ്. പിന്നെ ഇവിടം വരെ റോഡ് നല്ലതാണെന്ന് പറഞ്ഞത്, അത് കഴിഞ്ഞ് കുറച്ച് മോശമുണ്ടെന്നല്ലാണ് എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞത്. പോയി നോക്കാം. ഇപ്പം കാണാൻ നല്ല റോഡ് കാണുന്നുണ്ട്. ഇതുപോലെയുള്ള കിടിലൻ റോഡാണ് പോകുന്നത്. ഇതൊക്കെ നാഷണൽ പാർക്കിൻ്റെ സൈഡിലായിട്ട് വരുന്നത് കേട്ടോ. മുളകൾ കാണാൻ പറ്റും സൈഡിൽ. മുളയാണ് ഇവിടുത്തെ മെയിൻ ബിസിനസ്. നാട്ടിലേക്ക് വേണേൽ കൊണ്ടുപോയിരുന്നത് കൊക്കയിലാക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ കൊണ്ടുവരാൻ പറ്റാത്തോണ്ടാ. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് മൊഹസ്കോള പറഞ്ഞ സ്ഥലത്താട്ടോ. ഇനി ഇവിടുന്ന് നമുക്ക് ഏകദേശം ഒരു 55 കിലോമീറ്റർ ഉണ്ട് നമ്മളെ ലൊക്കേഷനിലേക്ക്.
പോകുന്ന വഴിയെല്ലാം വളരെ അടിപൊളിയാണ്, നല്ല റോഡൊക്കെയാണ്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അറിവല്ല, ഇവിടെ ഇതുവരെ ഇത്ര സമയം നല്ല അടിപൊളി റോഡായിരുന്നു. നോക്കാം നമുക്ക് എന്തായാലും പോയി നോക്കാം. ചലോ ചലോ നേരെ മുമ്പിലേക്ക്. ഫ്രഷ് ലാൻഡ് സ്ലൈഡിങ് കേട്ടോ. ഫുള്ള് ഈ ഭാഗം ഫുള്ള് ഇടിഞ്ഞ് പണ്ടാറടങ്ങിയ സ്ഥലം തന്നെയാണ്. ഫുള്ള് റോഡ് നല്ല റോഡാക്കിയിട്ടുണ്ട്, പക്ഷെ എല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല, നല്ലോണം ഇടിയുന്നുണ്ട്. കാണിച്ചു തരാം. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഉണ്ടാക്കിയ റോഡാന്ന് കേട്ടോ. അത്യാവശ്യം നല്ലോണം പണിയെടുത്തുണ്ടാക്കിയ, എല്ലായിടത്തും മാന്തി നല്ല സെറ്റാക്കി ഉണ്ടാക്കിയ റോഡാണ്. എന്നാലും ലാൻഡ് സ്ലൈഡിങ് അവിടെ ഇവിടെ എല്ലാം വരുന്നുണ്ട്, കുഴപ്പമില്ല കേട്ടോ. നമ്മൾ പ്രതീക്ഷ അത്രയൊന്നുമില്ല. കുറേ സ്ഥലത്ത് അത്യാവശ്യം സ്ലൈഡിങ് ഉണ്ട്. ഈ ഏരിയയിൽ കണ്ടാൽ പുള്ളി ഭാഗത്തായിട്ട് ഇങ്ങനെ ഉന്തി മാറ്റിയതാണ്, വല്ലാതെ വീഴുന്നുണ്ട്. ആ കുഴപ്പമില്ല. നമ്മളേതോ ഒരു മാർക്കറ്റിൽ വന്നേട്ടാ. ഫുൾ മോഡിഫൈഡ് വണ്ടീസാണ് എല്ലാ വണ്ടിയും. ക്യാമ്പർ കണ്ട് മടുത്തു. എല്ലാം അത്ര പ്രൈവറ്റ് ക്യാമ്പർ അറിയാം. 4 വീല് ക്യാമ്പർ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രം വൃത്തിയിട്ട നാറികൾ അവർ പെർമിഷൻ തരില്ല. ഇത് ഒരുവിധം വണ്ടിയെല്ലാം മോഡിഫൈഡ് ആട്ടാ. സെന്നെല്ലാം കണ്ട അടിപൊളി, നല്ല ടയറിലിട്ട് അടിപൊളി സെന്നുണ്ട്. പിന്നെ ബസ് തന്നെ കണ്ട, ബസ്സിൻ്റെ തന്നെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അമ്മമാരി ഹൈറ്റ് കേട്ടാ. എന്തൊരു ഹൈറ്റാണിത്, ടിപ്പർ ലോറി പോലെ ആക്കിയതിന് ബസ്. നമ്മൾ ഏകദേശം ഷില്ലോങ്ങിനോട് എടുക്കുന്നതോറും നമുക്ക് മോഡിഫൈഡ് വണ്ടികളിൽ ഇഷ്ടം പോലെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പൊളി എന്ന് പറഞ്ഞാൽ പൊളി, ഒരൊറ്റ വിഷമയില്ലൂ. എല്ലായിടത്തും 4x4 ക്യാമറ ഇഷ്ടം പോലെ ഉണ്ട്. പ്രൈവറ്റ് വണ്ടി അത് നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടൂല. എനിക്കൊരു ക്യാമ്പർ കിട്ടുമെങ്കിൽ എനിക്ക് ക്യാമ്പർ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ക്യാമ്പർ 4 വീൽ ഡ്രൈവ് വണ്ടി കിട്ടുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് രജിസ്ട്രേഷൻ കിട്ടൂല, അതാണ് മെയിൻ പ്രശ്നം. പ്രൈവറ്റ് രജിസ്ട്രേഷൻ കിട്ടുമെങ്കിൽ ഞാൻ ഈ വണ്ടി എടുക്കുന്നതിൽ നല്ല എന്തായാലും ക്യാമ്പർ തന്നെ ചൂസ് ചെയ്തതാണ്. കാരണം 5 പോവുകയും ചെയ്യാം, നമുക്ക് വേഗം അത്യാവശ്യം വേറെ എന്തെങ്കിലും ഒരു സെറ്റപ്പ്, ക്യാമ്പിങ്ങിന് വേണ്ടിയുള്ള സെറ്റപ്പ് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം. നല്ല സെറ്റ് സാധനം ആക്കാൻ പറ്റിയ സാധനം കേട്ടോ. ഒരു നല്ലൊരു ടെൻറ്റ് നമുക്ക് നല്ല പ്ലാൻ ചെയ്ത് മടക്കി വെക്കാൻ പറ്റുന്ന രീതിയിലെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും ബാക്കിൽ. അങ്ങനെ ഫുള്ള് നമുക്ക് ഓഫ് റോഡിങ്ങിനായാലും എല്ലാം യൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ കിട്ടൂല. പിന്നെ കർണാടക രജിസ്ട്രേഷൻ വണ്ടി എടുക്കേണ്ടി വരും. നോക്കാം, അങ്ങനെ ഒരു ഓപ്ഷൻ നോക്കേണ്ടി വരും, വേറെ രക്ഷയൊന്നുമില്ല. ചെറിയ വണ്ടിയായ പോലെ ഇവിടെ അത്യാവശ്യം അലവില് മിനിമമാണ് കേട്ടോ. എല്ലാ വണ്ടിക്കും വൈഡ് റിമ കാര്യങ്ങള്, ഇവിടെയുള്ള ക്യാമറ പിക്കപ്പ്, എല്ലാ വണ്ടി വൈഡ് റിമും അതുപോലെ മാക്സിസ് ടയർ എല്ലാം പണ്ടാറുണ്ട് കേട്ടോ. ഇത് ഏത് കാട്ടിലാന്നറിയില്ല, ഭയങ്കര ഉള്ളിലേക്കാണ്. പിന്നെ പക്ഷെ സംഭവം കൊള്ളാം. എന്തായാലും മേഘാലയയിൽ കുറേ വണ്ടിപ്രാന്തന്മാരുണ്ടെന്ന് മനസ്സിലായി. അവരെ നമ്മളെ വണ്ടി നോക്കും, നമ്മൾ അവരെ വണ്ടി നോക്കും, അതാണ് അവസ്ഥ. ഇവർ ചെയ്യുന്നത് ഫുള്ള് ടയർ കാര്യങ്ങൾ മാത്രമാണ്. നമ്മളെ വണ്ടി പോലൊരു വണ്ടി ഇടുന്നില്ല. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊരു മാറ്റം. ഇത് നമ്മൾ റോഡ് സൈഡിൽ നിന്ന് കണ്ടൊരു കാഴ്ച കേട്ടോ. ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് പോലത്തെ ഒരു സ്ഥലം. ഇവിടുന്ന് നമുക്കിത് ബംഗ്ലാദേശാണ്. ഈ വെള്ളം കയറി കിടക്കുന്ന എല്ലാം ബംഗ്ലാദേശാണ്. ഇത് ബംഗ്ലാദേശ് ബോർഡറാണ് കേട്ടോ. നല്ലൊരു ലൊക്കേഷൻ കിട്ടി കേട്ടോ. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആണ്, അത് കാണാൻ വേണ്ടി പോവാം. വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്, ഒന്നും പറയാനില്ല. വീട്ടിൽ ഒരു വ്യൂ പോയിന്റ് കേട്ടോ, ഒന്നും പറയാനില്ല. അടിപൊളി പച്ചപ്പ്, നല്ല ട്രക്കിങ്ങിൽ ചെയ്യാൻ പറ്റിയ സ്ഥലം കേട്ടോ. ഓ
ഒരു നല്ല വ്യൂ പോയിന്റ് ആയിരുന്നു കേട്ടോ. വെറുതെ നമ്മളെ റോഡ് സൈഡിൽ പോയാലെ കണ്ടാണ്, അപ്പൊ പിന്നെ അങ്ങോട്ട് ചാടിയതാ. വണ്ടി കയറ്റാണ്ടിരിക്കാൻ വേണ്ടിയായിരിക്കും. ഫുള്ള് വെള്ളടിയാണ്, എല്ലായിടത്തും കുപ്പി കച്ചറ കാര്യങ്ങൾ അങ്ങനെയാണ്, ഫുള്ള് കച്ചറയാണ്. പക്ഷെ നല്ല സുന്ദരമായ സ്ഥലം. അങ്ങോട്ടൊരു ഓഫ് റോഡ് ട്രാക്ക് കാണുന്നുണ്ട്, നോക്കട്ടെ. വണ്ടി അങ്ങോട്ട് കയറ്റാൻ പറ്റുമെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറ്റാം. അതിലെ കൂടി ഒരു വഴി കാണുന്നുണ്ട്. അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എവിടെയാണെന്നൊരു പിടിയില്ല. എന്തായാലും നോക്കാം. നമ്മളാ ജസ്റ്റ് വ്യൂ പോയിന്റിലേക്ക് വണ്ടിയും കൊണ്ട് പോകാൻ പറ്റുമോ നോക്കാം കേട്ടോ. വണ്ടിയും കൊണ്ട് ഇങ്ങനെ പോവാണ്. ഇത് എങ്ങോട്ടാണ്? ഇത് തായലക്കട എങ്ങോട്ടാ പോകുന്നു? ഇത് തായലക്കട. അതിനെക്കൊണ്ട് കാര്യമില്ലെന്ന് തോന്നുന്നില്ല. ഇത് വേറെയാണ്, ഇത് വേറെ റൂട്ടാട്ടോ. മുകളിലേക്കല്ല, മുകളിലേക്കുള്ളത് വേറെയാണ്. നമ്മളിതാ ആ മല കയറി ഇതിൻ്റെ മുകളിലെത്തിയേട്ടാ. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് മറ്റേ സാധനം കാണാം. നമ്മളെ താഴെ കാണുന്ന റോഡിൽ പോയി, അത് വേറെ റോഡാട്ടോ. അത് വേറെ പോകുന്ന റോഡാണ്. നേരെ വേറെ റൂട്ട് പിടിച്ച് ഇതിൻ്റെ മുകളിലെത്തി. ഇത് നേരെ പോയി കഴിഞ്ഞാൽ കുറച്ച് അങ്ങോട്ടും കൂടെ വണ്ടി പോകാൻ പറ്റും തോന്നും. ജസ്റ്റ് പോയി നോക്കിയിട്ട് വരാം കേട്ടോ. ജസ്റ്റ് വ്യൂ പോയിന്റ് കണ്ടിട്ട് നേരെ തിരിച്ചിറക്കണം. അല്ലേ പണിയാ. രാത്രി ആയി കഴിഞ്ഞാൽ അറിയില്ല, ഏതോ നാടല്ലേ, ഇതാര സ്ഥലമാണ് എന്ത് സ്ഥലമാണെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും പോയി നോക്കാം. ഇതാ നമ്മുടെ വ്യൂ പോയിന്റ് കറക്റ്റ് സമയത്ത് എത്തിയാട്ടോ. അതിൻ്റെ മുകളിലെത്തി. അന്നേരത്തേക്ക് ഇതാ ഫുള്ള് കോട മൂടി, ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാട്ടോ. അതുപോലെ മൂടി. കിടിലൻ ക്ലൈമറ്റ്. ഇതാണ് നമ്മൾ കൊതിച്ചത്, ഒന്നും പറയണ്ട. ഓ പോളി പോളി പോളി. വലിയ വലിയ ടൂറിസ്റ്റ് ലൊക്കേഷനൊന്നും പോയിട്ട് കാര്യമില്ല കേട്ടോ. ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ഭയങ്കര രസമാണ്. അടിപൊളി, ഒന്നും പറയാനില്ല. കിടിലൻ കിടിലൻ സ്പോട്ട്, അടിപൊളി സ്പോട്ട്. സ്കീം കഴിഞ്ഞ പിന്നെ നമുക്ക് ഇതുവരെ ക്ലൈമറ്റ് കിട്ടിയില്ല കേട്ടോ. ഇതാ ഇപ്പൊ പിന്നെ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല, പോളി ക്ലൈമറ്റ്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ചിറാപ്പുഞ്ചി ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചൂടെല്ലാം പോയി, നല്ല തണുപ്പായി തുടങ്ങി. പോളി ക്ലൈമറ്റ്. അങ്ങനെ ഏകദേശം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തി കേട്ടോ. റോഡെല്ലാം വളരെ ചെറുതായിരിക്കുന്നു. പിന്നെ നല്ല അടിപൊളി ആയി കേട്ടോ. മേഘങ്ങളെല്ലാം കണ്ടു തുടങ്ങി. മേഘാലയ ഇപ്പാണ് മേഘാലയ ആയത്. ഇത്രയും ദിവസം ചൂടെടുത്ത് നമ്മൾ ചാവുമായിരുന്നു കേട്ടോ. എന്തായാലും നൈസ് ലൊക്കേഷൻ. ഇപ്പൊ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു തുടങ്ങി മേഘാലയ. നല്ലൊരു ലൊക്കേഷൻ പിടിച്ച് നമ്മൾ ഇന്ന് സ്റ്റേ അടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. എന്തോ 25 മൈൽ വില്ലേജ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എത്തി ഇനൊരു 10 കിലോമീറ്ററും കൂടി ഉള്ളൂ. അവിടെ നമ്മൾ ഇന്ന് സ്റ്റേ അടിക്കും കേട്ടോ. അവിടെ പോയി എവിടെയെങ്കിലും പെട്രോൾ പമ്പോ എന്തെങ്കിലും കണ്ടുപിടിച്ച് സൈഡാക്കണം. നല്ല ക്ലൈമറ്റ്, ചൂട് പോയി മതിയോക്കെ കിടന്ന് ഉറങ്ങാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഇത്രയും ദിവസം കുറച്ച് കഷ്ടപ്പാടായിരുന്നു. ചൂട് എന്ന് പറഞ്ഞാൽ വണ്ടീൻ്റെ ഉള്ളിൽ നല്ല ചൂടാണ്. ബൊലേറോ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം. വെയിലത്തെല്ലാം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് തണുത്ത് കിട്ടാൻ നല്ല പണിയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ അങ്ങനത്തെ പ്രശ്നമില്ല. ഇവിടെ നല്ല ക്ലൈമറ്റ് കിടിലാണ്. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളെല്ലാം കാണിച്ചു തരാം. നമ്മളേതോ ഒരു ബ്രിഡ്ജ് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം വലിയ ബ്രിഡ്ജാട്ടോ. നദി ഏതാന്ന് ബോർഡൊന്നും കാണുന്നില്ല. എന്തെങ്കിലും ആട്ടെ.
ഓവർപാസിംഗ് സിസ്റ്റം എന്തോ അങ്ങനെ എന്തോ ആണ് പേരാണ്. എന്തോ ഒരു സിസ്റ്റം പഠിച്ച് ടിപ്പറാണ്. ടിപ്പർ റാണിക്കൂർ എത്തുന്നത് റാണിക്കൂർ ഫുൾ ടിപ്പർ. ഒന്നും എടുക്കാത്ത വണ്ടിയാണ്. എല്ലാം തുരുമ്പെടുത്ത് പോയാൽ റോഡ് പിടിക്കാൻ ഉപയോഗിക്കുന്ന എന്ത് സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. ഓരോ ലോറികളുണ്ട് കേട്ടോ. മേഘാലയയിലെ ലോറികൾ ഇഷ്ടംപോലെ കണ്ടു. മൂലക്കെട്ട് കളഞ്ഞിട്ട് എത്ര വണ്ടിയാണ്. അങ്ങനെ ഇന്നത്തെ കിടക്കാനുള്ള സെറ്റപ്പെല്ലാം റെഡിയാക്കി കേട്ടോ. വണ്ടീൻ്റെ അകത്ത് ബെഡ് കാര്യങ്ങളെ സെറ്റാക്കി. പിന്നെ ഇന്നുള്ളത് ഒരു പെട്രോൾ പമ്പിലാട്ടോ. ഇതെന്ന് പറയുന്നത് ബംഗ്ലാദേശ് ബോർഡറിലാണ് ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ലൈറ്റ് കാണുന്നത് ഇന്ത്യയാണ്, അതിൻ്റെ അപ്പുറത്ത് ബംഗ്ലാദേശ് കേട്ടോ. ഇതൊരു ബോർഡറാണ്. ഓക്കെ, അപ്പോൾ ബോർഡറിലുള്ളൊരു പെട്രോൾ പമ്പിലാണ് നമ്മൾ ഇന്നത്തെ സ്റ്റേ എന്ന് പറയുന്നത്. എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെയാണ് ഇന്നത്തെ ഉറക്കം. നാളെ ഇവിടുത്തെ കാഴ്ചകൾ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങും കേട്ടോ. നമ്മൾ ചിറാപുഞ്ചി സൈഡിലൊക്കെ പോകുന്നത്. ചിറാപുഞ്ചിയിലെല്ലാം കാഴ്ചകളെല്ലാം ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിലെല്ലാം കാണാം കേട്ടോ. അപ്പോൾ നാളെ രാവിലെ നമുക്ക് നേരെ ചിറാപുഞ്ചി സൈഡ് പോകാം കേട്ടോ. മൗസിൻ ഡാം ചിറാപുഞ്ചി, അതാണ് പ്ലാൻ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.